ഇതെന്താണെന്ന് മനസ്സിലായോ? കാണിച്ചുതരാം. ഇപ്പൊ മനസ്സിലായോ എന്താണെന്ന്? ഇതാണ് കേട്ടോ മാങ്ങിഞ്ചി. ഇപ്രാവശ്യം ഇവിടെ വേസ്റ്റ് ഇടുന്ന കുഴിയാട്ടോ. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാ കുറച്ച് മാങ്ങിഞ്ചി ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഇതിനിങ്ങനെ അകലത്തിൽ വെറുതെ ഇട്ടു. ഇനി ഇതിന്റെ മേലൊന്ന് മണ്ണ് കൂട്ടിയാൽ മതി. ഇതാ കണ്ടോ ഇതിന്റെ വലിപ്പം? ഈ വലിപ്പമായിട്ടുണ്ട് ചെടിയായിട്ട്. ആ ചെറിയ മുളയിൽ നിന്ന് ഈ വലിപ്പമായിട്ടുണ്ട്. നമസ്കാരം, ഉണ്ണി പാലക്കാടാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഏകദേശം ഉള്ളവർക്ക് മനസ്സിലാകുന്നത് വെണ്ടയാണെന്ന്. അതറിയാം. ഇത് ഏത് വെണ്ടയാണെന്നുള്ളത് അറിയോ? കാണിച്ചുതരാം. ഇതിന്റെ പേരാണ് ഇരട്ടത്തലയം വെണ്ട കേട്ടോ. അതായത് ഇരുതല വെണ്ടാന്നും പറയും, ഇരട്ടത്തലയം വെണ്ടാന്നും പറയും. ഇത് കണ്ടോ, ഈ വെണ്ടന്റെ പേരാണ് ചടയൻ വെണ്ട പറയും. അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാലില്ലേ, വിത്ത് കുത്തിയിടുമ്പോ എല്ലാ വിത്തും ഒരേ വിത്ത് തന്നെ കുത്തിയിടുക. വളർന്നു കഴിഞ്ഞിട്ടാണ് ഇതിന് പേരിടുക. അപ്പൊ ഇത് ചടച്ചു വരുന്നത് കൊണ്ട് ചടയൻ വെണ്ട പറയും. ഇത് ഒരു ചെടിയിൽ നിന്ന് തന്നെ രണ്ട് തല അടിയിൽ നിന്ന് വന്നതുകൊണ്ട് ഇതിനെ ഇരുതല വെണ്ട അല്ലെങ്കിൽ ഇരട്ടത്തലയം വെണ്ട പറയും. അങ്ങനെയാണ് ഈ വെണ്ടയ്ക്ക് ഈ പേര് കിട്ടിയത്.